ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, കടൽ കടന്ന കനൽ വഴികൾ വർത്തമാന പുസ്തകം പാഠവും പൊരുളും നമ്മുടെ ക്ലാസ്സുകൾ മുന്നോട്ട് പോവുകയാണ്. ഇന്ന് 30-ാമത്തെ പാഠമാണ് നമ്മൾ പഠിക്കുക, ധ്യാന വിഷയമാക്കുക. വർത്തമാന പുസ്തകത്തിലെ ജോൺ മാളിയേക്കൽ സാറ് ഭാഷാന്തരം നടത്തിയ വർത്തമാന പുസ്തകം അതിൻ്റെ പേജ് 175 മുതൽ 181 വരെയുള്ള ഭാഗങ്ങളാണ് ഇന്ന് പഠനവിധേയമാക്കുക. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥനാപൂർവമായിരിക്കാം. ഈശോയെ നന്ദി. ഈ ഞങ്ങളുടെ പഠന പരമ്പരയെ പ്രത്യേകമായി ആശീർവദിക്കണമേ, അനുഗ്രഹിക്കണമേ. ഉളത്തീക്ഷണയോടെ പഠിക്കുവാനും മുന്നോട്ട് പോകുവാനുമുള്ള കൃപയും അനുഗ്രഹവും നൽകണമേ. സഭയുടെ പാരമ്പര്യം മനസ്സിലാക്കുവാനും പൂർവ്വീകങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ച ഓരോ കാര്യങ്ങളും മനസ്സിലാക്കുവാനുള്ള കൃപയും അനുഗ്രഹവും ഞങ്ങൾക്ക് നൽകുകയും ചെയ്യണമേ. പ്രിയപ്പെട്ടവരെ, നമുക്ക് ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. പാറേമാക്കൽ തോമ കത്തനാരുടെ വർത്തമാന പുസ്തകത്തിലെ 30-ാം പാഠത്തിൽ വിവരിക്കുന്ന ലിസ്ബൺ നഗരത്തെക്കുറിച്ചും അവിടുത്തെ ഭരണക്രമത്തെക്കുറിച്ചുമുള്ള വിവരങ്ങളാണ് നമ്മളിന്ന് പഠനവിധേയമാക്കുക. പ്രധാനമായും 5 ആശയങ്ങളിലാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ് ക്രമീകരിച്ചിരിക്കുക. ലിസ്ബൺ നഗരത്തിൻ്റെ വളർച്ചയും വിസ്തൃതിയും. ലിസ്ബൺ നഗരം ആദ്യം ഒരു ചെറിയ പ്രദേശമായിരുന്നുവെങ്കിലും പോർച്ചുഗലിൻ്റെ തലസ്ഥാനമായതോടെ യൂറോപ്പിലെ തന്നെ പ്രശസ്തമായ നഗരമായി മാറി. ഏകദേശം 13 കിലോമീറ്റർ, അതായത് 8 മൈൽ നീളവും 9.5 കിലോമീറ്റർ, അതായത് 6 മൈൽ വീതിയുമുള്ള ഈ നഗരം പല കാലഘട്ടങ്ങളിലായി കൂടിച്ചേർക്കപ്പെട്ട് പണിതതാണ്. അതുകൊണ്ട് തന്നെ നഗര സംവിധാനം അത്ര ക്രമത്തിലല്ലെങ്കിലും ഇവിടുത്തെ റോഡുകൾ വളരെ കൃത്യവും നേർക്കുനേരെയുള്ളതുമാണ്. രണ്ടാമത്തെ കാര്യം എന്നത് സന്യാസ സഭകളും ആത്മീയ കേന്ദ്രങ്ങളും. ലിസ്ബൺ നഗരം ദേവാലയങ്ങളാലും സന്യാസ ആശ്രമങ്ങളാലും സമ്പന്നമാണ്. ബെനഡിക്റ്റൈൻ, ഫ്രാൻസിസ്കൻ, ഡൊമിനിക്കൻ, അഗസ്തീനിയൻ, കർമലീത്ത തുടങ്ങിയ നിരവധി പുരുഷ സ്ത്രീ സന്യാസ സഭകൾ അവിടെയുണ്ട്. ആഘോഷ ദിവസങ്ങളിൽ പള്ളികളിലെ മണിനാദങ്ങൾ കൊണ്ട് നഗരം മുഴങ്ങുന്നുവെന്നും ജനങ്ങൾക്ക് ഈ സഭകളെക്കുറിച്ച് അറിയാൻ വലിയ താല്പര്യമാണെന്നും ഗ്രന്ഥകാരൻ നിരീക്ഷിക്കുന്നുണ്ട്. മൂന്നാമത്തെ കാര്യമെന്നത് സാമൂഹിക സേവന സ്ഥാപനങ്ങളാണ്. മനുഷ്യസ്നേഹപരമായ ഒട്ടേറെ സ്ഥാപനങ്ങൾ ലിസ്ബണിലുണ്ട്. രോഗികൾക്കായുള്ള ആതുരാലയങ്ങൾ, പാവപ്പെട്ടവരെ സഹായിക്കുന്ന മിസരിക്കോർദിയ എന്ന സംഘടന, ശിശുഹത്യ തടയാനും അവിഹിത ബന്ധങ്ങളിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങളെ വളർത്താനുമുള്ള റോദ എന്ന സ്ഥാപനം, അനാഥ മന്ദിരങ്ങൾ, സ്വഭാവദോഷ്യമുള്ളവരെ നന്നാക്കുന്ന പരിഹാര പാഠശാലകൾ എന്നിവ നഗരത്തിൻ്റെ പ്രത്യേകതകളാണ്. നഗരനിർമ്മാണവും സ്മാരകങ്ങളും. നഗരത്തിൻ്റെ വടക്ക് കിഴക്ക് ഭാഗത്ത് ആറ്റുതീരത്തുള്ള പ്രസാദെ ഇന്ത്യ അല്ലെങ്കിൽ പ്രസാദെ കൊമേഴ്സിയോ എന്ന ചതുർമുറ്റം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇവിടെ ഇന്ത്യയിൽ നിന്നുള്ള ചരക്കുകൾ സൂക്ഷിക്കുന്ന മന്ദിരവും കോടതികളും സ്ഥിതി ചെയ്യുന്നു. ഈ ചത്തുരത്തിന് നടുവിൽ കുതിരപ്പുറത്തിരിക്കുന്ന രാജാവിൻ്റെ വെങ്കല പ്രതിമയും ആന, കപ്പൽ തുടങ്ങിയ ശില്പങ്ങളും സ്ഥാപിച്ചിട്ടുണ്ട്. 1755 ഭൂമികുലുക്കത്തിന് ശേഷം ഇറ്റാലിയൻ മാതൃകയിലാണ് നഗരത്തിൻ്റെ പല ഭാഗങ്ങളും പുനർക്രമീകരിച്ചിരിക്കുന്നതും പുനർനിർമ്മിച്ചിരിക്കുന്നതും. അടുത്ത ഒരു ആശയമെന്ന് പറയുന്നത് സഭാഭരണവും രാജ്യഭരണവുമാണ്. റോം നഗരം കഴിഞ്ഞാൽ ഏറ്റവും പ്രൗഢമായ സഭാഭരണമാണ് ലിസ്ബണിലുള്ളത്. മെത്രാപ്പൊലീത്തയുടെ സ്ഥാനം പാത്രിയർക്കീസായി ഉയർത്തുകയും അദ്ദേഹത്തിന് സഹായികളായ കർദിനാളന്മാരെയും മോൺസിഞ്ഞോർമാരെ നിയമിക്കുകയും ചെയ്തു. രാജ്യഭരണം 4 പ്രധാന വകുപ്പുകളായി തിരിച്ചിരിക്കുന്നു. അന്നത്തെ രാജ്ഞിയായ ഡോണ മരിയ ഫ്രാൻസിസ്കയുടെ കീഴിൽ യൂറോപ്പ്, ഇന്ത്യ അമേരിക്കൻ കോളനികൾ, വിദേശകാര്യം, ധനകാര്യം എന്നിവയ്ക്കായി പ്രത്യേകം അധ്യക്ഷന്മാരെ നിയമിച്ചിരുന്നു. ഇങ്ങനെ ലിസ്ബണെക്കുറിച്ചുള്ള ഏകദേശം എൻ്റെ നഗരത്തിൻ്റെ ലിസ്ബൺ നഗരവും അതിൻ്റെ ഭരണക്രമവും, അത് രാജഭരണവും സഭാഭരണവും അതിൻ്റെ ഒരു ഭൂമിശാസ്ത്രമായ ഘടനയും വിവിധ സന്യാസ സഭകളുടെ വളർച്ചയും അതിൻ്റെ സ്ഥാനവും സാമൂഹികമായ സ്ഥാപനങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മളിന്ന് ക്ലാസ്സിൽ കേട്ടത്. വർത്തമാന പുസ്തകത്തിലെ 175 മുതൽ 181 വരെയുള്ള പാഠഭാഗങ്ങൾ വായിക്കുകയും പഠിക്കുകയും ചെയ്യുമല്ലോ. ചോദ്യോത്തരങ്ങളിലേക്ക് പ്രവേശിക്കാം. വർത്തമാന പുസ്തകത്തിൽ പറയുന്നതനുസരിച്ച് ലിസ്ബൺ നഗരത്തിൻ്റെ ഏകദേശ നീളവും വീതിയും എത്രയാണ്? 13 കിലോമീറ്റർ നീളവും 9.5 കിലോമീറ്റർ വീതിയും.
അല്ലെങ്കിൽ 8 മൈൽ നീളവും 6 മൈൽ വീതിയും. ലിസ്ബൺ നഗരത്തിലെ മന്ദിരങ്ങളുടെ ഉയരത്തെ റോമുമായി താരതമ്യം ചെയ്യുന്നത് എങ്ങനെ? റോമിലെയും ജനീവയിലെയും കെട്ടിടങ്ങളെപ്പോലെ അത്ര ഉയരമുള്ളവയല്ല ലിസ്ബണിലെ കെട്ടിടങ്ങൾ. എങ്കിലും 2 മുതൽ 4 നിലകൾ വരെ കെട്ടിടങ്ങൾ അവിടെയുണ്ട്. ലിസ്ബണിൽ പാവപ്പെട്ടവരെയും രോഗികളെയും സഹായിക്കാൻ സ്ഥാപിച്ചിരിക്കുന്ന പ്രധാന സംഘടന ഏതാണ്? മിസെരിക്കോർദിയ. ശിശുഹത്യ തടയാനും ഉപേക്ഷിക്കപ്പെടുന്ന കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാനും സ്ഥാപിച്ചിട്ടുള്ള ഇടത്തിൻ്റെ പേരെന്ത്? റോദ. പ്രസാദ ഇന്ത്യ എന്ന ചതുർമുറ്റത്തിൻ്റെ പ്രത്യേകത എന്ത്? ഇത് ആറ്റുതീരത്ത് സ്ഥിതി ചെയ്യുന്നു. ഇന്ത്യയിൽ നിന്നും വരുന്ന കപ്പലുകളിലെ ചരക്കുകൾ ഇറക്കി വയ്ക്കുന്ന മന്ദിരവും പ്രധാന കോടതികളും ഇതിന് ചുറ്റിലുമാണ്. ചതുർമുറ്റത്തിന് നടുവിലുള്ള രാജപ്രതിമ ഏത് ലോഹം കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്? ചെമ്പ്. ലിസ്ബൺ നഗരത്തിലെ പുതിയ വീടുകൾ ഏതു രാജ്യത്തെ വാസ്തുവിദ്യാ മാതൃകയിലാണ് പണിതിരിക്കുന്നത്? ഇറ്റാലിയൻ മാതൃകയിൽ. ലിസ്ബണിലെ സഭാഭരണ തലവൻ്റെ പദവി എന്താണ്? പാത്രിയാക്ക. ഡോം യൂസെ രാജാവിന് ശേഷം രാജഭരണം ഏറ്റെടുത്ത രാജ്ഞിയാര്? ഡോണ മരിയ ഫ്രാൻസിസ്ക. ഇന്ത്യ ഉൾപ്പെടെയുള്ള കടലിനക്കരെയുള്ള നാടുകളുടെ ഭരണ ചുമതല രാജ്ഞി ആരെയാണ് ഏൽപ്പിച്ചത്? മർത്തീഞ്ഞു ദൊമൽ. ലിസ്ബൺ നഗരത്തിൽ എത്രത്തോളം ജനങ്ങൾ താമസിക്കുന്നു എന്നാണ് ഗ്രന്ഥകാരൻ പറയുന്നത്? 4 ലക്ഷത്തിലധികം ജനങ്ങൾ. ലിസ്ബണിലെത്തിയ ഗ്രന്ഥകാരനെയും മൽപ്പാനെയും സന്ദർശിച്ച ഗോവാക്കാരനായ വൈദികൻ ആരാണ്? കയത്താനോസ് പാതിരി.